വരുന്നു എം.ആർ. അജിത് കുമാറിന്റെ സംഹാര താണ്ഡവം. രക്ഷാപ്രവർത്തന കേസിൽ ADGP എം.ആർ. അജിത് കുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തല്ലോ. അതിനുശേഷം പിന്നീട് 5 ഉദ്യോഗസ്ഥർക്ക് കൂടി സസ്പെൻഷൻ നടപടികൾ അല്ലെങ്കിൽ വകുപ്പ് തല നടപടികൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. 1 KP തോംസൺ, 2 KS അരുൺകുമാർ, 3 SIമാരായ ഗിരീഷ്, ശ്രീകാന്ത്. ഇത്രയും പേർക്കെതിരാണ് നടപടി വരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP അജിത് കുമാറിന്റെ മുന്നിൽ ഇനി എന്താണ് വഴി? അദ്ദേഹം സസ്പെൻഷനിൽ തന്നെ ഒതുങ്ങി ചുരുണ്ടുകൂടിയിരിക്കുമോ? തീർച്ചയായും ഇല്ല. അദ്ദേഹത്തിന് ഈ വരുന്ന 31-ാം തീയതി, അതായത് ജൂലൈ മാസം 31-ാം തീയതി അദ്ദേഹത്തിന് ADGP സ്ഥാനത്ത് നിന്ന് DGP സ്ഥാനത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടേണ്ടതാണ്. എങ്ങനെ? അഗ്നിശമന രക്ഷാസേനയുടെ തലപ്പത്ത് നിന്ന് DGP നിതിൻ അഗർവാൾ 31-ാം തീയതി റിട്ടയർഡ് ആകുന്നു. ആ സ്ഥാനത്തേക്ക് സീനിയോറിറ്റി ഉള്ളത് അജിത് കുമാറിനാണ്. അതുകൊണ്ട് അജിത് കുമാറിന് DGP സ്ഥാനം അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് അജിത് കുമാർ വെറുതെ ഇരിക്കില്ല. അദ്ദേഹത്തിന്റെ സർവീസ് റെക്കോർഡ് പരിശോധിച്ചാൽ മതിയാകും. അദ്ദേഹം അങ്ങനെ ഒതുങ്ങുന്ന ഒരാളല്ല, അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന ഒരാളല്ല ADGP എം.ആർ. അജിത് കുമാർ. ഇതാ വരുന്നു ADGP അജിത് കുമാറിന്റെ സംഹാര താണ്ഡവം. അദ്ദേഹം നടപടികളിലേക്ക് കടക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് മുന്നിൽ നടപടി? ആദ്യം അദ്ദേഹത്തിന് സമീപിക്കാവുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ്. അവിടെ സമർപ്പിക്കാം, അവിടെ പോയി അപ്പീൽ സമർപ്പിക്കാം. എന്നെ ഇതാ ഇന്ന കാരണങ്ങൾ കൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, പുനഃപരിശോധിക്കൂ എന്ന് അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. ആ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അജിത് കുമാറിന് അനുകൂലമായി വിധിച്ചാൽ അത് അജിത് കുമാറിന്റെ തലയിലെ പൊൻതൂവലാകും. സർക്കാരിനേൽക്കുന്ന ഏറ്റവും കനത്ത ആഘാതമായിരിക്കും അത്. ഇനി പോകട്ടെ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അജിത് കുമാറിന്റെ അപേക്ഷ തള്ളി എന്ന് കരുതുക. അദ്ദേഹത്തിന് അടുത്തതായി എവിടേക്ക് സമീപിക്കാം? ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് എനിക്കെതിരെ എടുത്തിട്ടുള്ളത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അജിത് കുമാറിന് ഹൈക്കോടതിയിൽ തന്റെ വാദം ഉന്നയിക്കാം. ഇനി ഹൈക്കോടതി അദ്ദേഹത്തെ തള്ളിയെന്നിരിക്കട്ടെ, അജിത് കുമാറിന് നേരെ പോകാം. എവിടേക്ക്? സുപ്രീം കോടതിയിലേക്ക് പോകാം. അവിടെ അദ്ദേഹത്തിന് നീതി കിട്ടും. കിട്ടിയില്ല എങ്കിൽ വീണ്ടും അപ്പീൽ കൊടുക്കാം. അങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ നിയമസാധ്യതകൾ ഏറെയാണ്. ഇങ്ങനെ ആരെങ്കിലും പോയി ഏതെങ്കിലും തരത്തിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഈ വഴികളിൽ കൂടി പോയി ആ സസ്പെൻഷൻ പിൻവലിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിലേക്കാണ് വരുന്നത്. അത് തന്നെയാണ് അജിത് കുമാറിന്റെ മുന്നിലുള്ള ഏറ്റവും കൃത്യമായ വഴി. ആ വഴിയിലൂടെ അജിത് കുമാർ നടന്നു പോയാൽ അദ്ദേഹത്തിന് തീർച്ചയായും ഈ സസ്പെൻഷൻ ഒഴിവാക്കി കിട്ടുമെന്നാണ് നിയമവൃത്തങ്ങൾ പ്രധാനമായും പറയുന്നത്. ആ വഴി എന്താണ്? 2016 മെയ് 25-നാണല്ലോ 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം നമ്മുടെ TP സെൻകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള DGP ആയിരുന്നു അന്ന്. അദ്ദേഹത്തെ പിണറായി സർക്കാർ ഇതേ രീതിയിൽ തന്നെ രാഷ്ട്രീയമായി തന്നെ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം വന്ന ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ് DGP സ്ഥാനത്തേക്ക് വന്നത്. സെൻകുമാർ അടങ്ങിയിരുന്നില്ല. അദ്ദേഹം എങ്ങോട്ടാണ് പോയത്? നേരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുന്നിലേക്ക് പോയി. അവിടെ പോയി പറഞ്ഞു, ഇത് എനിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ്, അതുകൊണ്ട് ഈ ഒരു സസ്പെൻഷൻ റദ്ദ് ചെയ്യണം. പക്ഷേ സെൻകുമാറിന്റെ അപ്പീൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളി. വീണ്ടും അദ്ദേഹം എങ്ങോട്ടാണ് പോയത്? ഹൈക്കോടതിയെ സമീപിച്ചു. TP സെൻകുമാർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എനിക്കായി എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ്, എനിക്കെതിരായി എടുത്തിട്ടുള്ള രാഷ്ട്രീയ പകപോക്കലാണ്. പക്ഷേ ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഹൈക്കോടതിയിൽ സെൻകുമാർ പരാജയപ്പെട്ടു. സെൻകുമാർ അവിടെ കൊണ്ടുനിന്നില്ല, പോയി എവിടേക്ക്? സുപ്രീം കോടതിയിലേക്ക് പോയി. അദ്ദേഹം അവിടെ പോയി പറഞ്ഞു, ഇത് എനിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ആരോപണമാണ്, ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത കള്ളക്കേസും അതിനെതിരായിട്ട് എടുത്ത നടപടിയുമാണ്, അതിനെതിരായിട്ടുള്ള വകുപ്പ് തല ശുപാർശയുടെ ഭാഗമായി എനിക്കെതിരായിട്ടുള്ള സസ്പെൻഷൻ നടപടി കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചു. സുപ്രീം കോടതി സെൻകുമാറിന്റെ വാദം അംഗീകരിച്ചു. സുപ്രീം കോടതിയുടെ സിംഗിൾ ബെഞ്ച് മദൻ ബി ലോക്കൂറും ദീപക് ഗുപ്തയും അടങ്ങുന്ന സിംഗിൾ ബെഞ്ച് TP സെൻകുമാറിന്റെ വാദത്തെ അംഗീകരിക്കുകയും
പിണറായി വിജയന് എതിരായി പിണറായി സർക്കാരിനെതിരായി അതിശക്തമായ വിമർശനങ്ങൾ സുപ്രീം കോടതി ഉന്നയിക്കുകയും ചെയ്തു. എന്തായിരുന്നു സെൻകുമാറിനെതിരെ അന്ന് പിണറായി വിജയൻ സർക്കാർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ? 2 ആരോപണങ്ങളാണ്. ഒന്ന്, നമുക്കറിയാമല്ലോ, 2016 കൊല്ലം പൂറ്റിങ്ങലിൽ 110 നിരപരാധികളുടെ ജീവൻ കവർന്ന വെടിക്കെട്ട് അപകടമുണ്ടാകുന്നത്. പിന്നീട് ജിഷ വധക്കേസ്. ഈ 2 കേസുകളിലും സെൻകുമാറിന്റെ അന്വേഷണം തൃപ്തികരമായിരുന്നില്ല എന്നാണ് ഇന്ന് എങ്ങനെയാണോ അജിത് കുമാറിന് എതിരായി റിപ്പോർട്ട് വന്നത്, സമാനമായ നിലയിൽ തന്നെ രാഷ്ട്രീയമായി ഒതുക്കുക എന്നുള്ള അതേ ലക്ഷ്യത്തോടു കൂടി തന്നെ സെൻകുമാറിനെതിരായി പിണറായി സർക്കാർ കെട്ടിച്ചമച്ച ആ റിപ്പോർട്ട്, 2 റിപ്പോർട്ട്. ഒന്ന്, പുറ്റിങ്ങൽ അപകടത്തിൽ സെൻകുമാറിന്റെ അന്വേഷണം തൃപ്തികരമല്ല, അദ്ദേഹം വേണ്ടതുപോലെ കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല. 2, ജിഷ വധക്കേസിൽ അദ്ദേഹത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ല. ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് TP സെൻകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അത് രാഷ്ട്രീയമായ സസ്പെൻഷൻ ആയിരുന്നുവെന്ന് സെൻകുമാർ വാദിച്ചു. അങ്ങനെ സെൻകുമാർ നിയമ പോരാട്ടം തുടർന്നു. അദ്ദേഹത്തിന് ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും നീതി ലഭിച്ചു. ഇതേ വഴി തന്നെയാണ് ഇപ്പോൾ MR അജിത് കുമാറിന് മുന്നിലുള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഒരു സസ്പെൻഷൻ നടപടി എങ്ങനെ വന്നതാണ്? രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന 2023 പിണറായി വിജയന്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ അജിത് കുമാർ ഇപ്പോൾ സസ്പെൻഷനായിരിക്കുന്നത്. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നല്ലോ ADGP അജിത് കുമാർ. അന്ന് തല്ലുകൊണ്ട AD തോമസ് ഇപ്പോൾ MLA ആണ്. അന്ന് തല്ലുകൊണ്ട അജയ് ജുവൽ കുര്യാക്കോസ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗമാണ്. ഇനി VD സതീശൻ സർക്കാർ അധികാരത്തേറ്റപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ കുട്ടികളെ തൊട്ടവരെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് SP AP ഷൗക്കത്ത് അലി അധ്യക്ഷനായിട്ടുള്ള SIT രൂപീകരിക്കുന്നത്. ആ SIT രൂപീകരിച്ചതിന് ശേഷം എത്രയും വേഗം റിപ്പോർട്ട് തയ്യാറാക്കി DGPക്ക് നൽകിയെങ്കിലും DGPക്ക് അത്ര തൃപ്തി പോരാ. 2026 ജൂൺ മാസം 23-ാം തീയതിയാണ് SP ഷൗക്കത്ത് അലിയുടെ റിപ്പോർട്ട് DGPയുടെ മുൻപാകെ വന്നത്. എന്നാൽ DGPക്ക് ആ ഒരു റിപ്പോർട്ടിൽ ആത്മവിശ്വാസം പോരാ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ADGP അജിത് കുമാറിന് എതിരായിട്ട് കൃത്യമായ പരാമർശമില്ലല്ലോ, കൃത്യമായ തെളിവില്ലല്ലോ, അതുകൊണ്ട് ഒന്നുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് അജിത് കുമാറിനെതിരെ തെളിവുകളൊന്ന് ഉറപ്പിക്കുക. അങ്ങനെ DGP വീണ്ടും ഷൗക്കത്ത് അലിക്ക് ഈ റിപ്പോർട്ട് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഷൗക്കത്ത് അലി വീണ്ടും അജിത് കുമാറിന് എതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് DGPക്ക് കൊടുക്കുന്നു. എന്താണ് ആ തെളിവുകൾ? അതായത് പിണറായി വിജയന് എതിരായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ കേസ് ഡയറി തിരുത്തുമ്പോൾ താൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത പ്രദേശത്ത് നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് താൻ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് ADGP അജിത് കുമാർ പറഞ്ഞത്. എന്നാൽ ഷൗക്കത്ത് അലി പറയുന്നത് അദ്ദേഹം ഈ റിപ്പോർട്ട് തിരുത്താൻ വേണ്ടി, അതായത് രക്ഷാപ്രവർത്തന റിപ്പോർട്ട് തിരുത്താൻ വേണ്ടി തന്റെ കീഴുദ്യോഗസ്ഥർക്ക് അയച്ചിട്ടുള്ള വാട്സാപ്പ് സന്ദേശം തന്റെ കയ്യിലുണ്ട്, അതാണ് തെളിവ് എന്നാണ് ഷൗക്കത്ത് അലി പറയുന്നത്. അങ്ങനെ ഒരു വാട്സാപ്പ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ, ADGP പോലുള്ള ഉദ്യോഗസ്ഥനെ, അതും DGP-ആയി സ്ഥാനക്കയറ്റം ലഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏതാനും വാട്സാപ്പ് ചാറ്റിന്റെ പേരിൽ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ, അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. അതുതന്നെയാണ് MR അജിത് കുമാറിന്റെ പിടിവള്ളിയും. അദ്ദേഹം തീർച്ചയായും സെൻകുമാർ പോയ വഴി തന്നെ സഞ്ചരിക്കും, അതേ വഴി തന്നെ അദ്ദേഹം സ്വീകരിക്കുന്നതിനെയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കും. അവിടെ നിന്ന് അനുകൂല വിധി ഉണ്ടായില്ല എങ്കിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ അപ്പീൽ പോകും, അവിടെയും ജയിച്ചില്ല എങ്കിൽ സുപ്രീം കോടതിയിൽ പോകും, അവിടെയും ജയിച്ചില്ല എങ്കിൽ സുപ്രീം കോടതിയിൽ വീണ്ടും അപ്പീൽ കൊടുക്കും. അങ്ങനെ അതിനു മുകളിൽ ബെഞ്ചുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം സമീപിക്കും. അങ്ങനെ അജിത് കുമാർ നിയമ പോരാട്ടം നടത്തിയാൽ ഒരുപക്ഷെ ഈ പറയുന്ന റിപ്പോർട്ടിനെ എടുത്ത് സുപ്രീം കോടതി സെൻകുമാറിന് എതിരായിട്ടുള്ള റിപ്പോർട്ട് കളഞ്ഞതുപോലെ എടുത്തു കളയുകയും സർക്കാരിനെ വിമർശിക്കുകയും ചെയ്താൽ അത് സർക്കാരിനേക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാകും. അജിത് കുമാറിന്റെ തലയിൽ വരുന്ന വലിയ പൊൻതൂവലായിരിക്കും അത്തരം ഒരു വിധി. ഒരുപക്ഷെ അദ്ദേഹത്തിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വരില്ല. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ തന്നെ അവിടെ വെച്ച് 2-1 തീരുമാനമായാൽ അജിത് കുമാറിന് വീണ്ടും DGP കസേരയിലേക്ക് വന്ന് അങ്ങനെ ഇരിക്കാം. അദ്ദേഹത്തിന് ഒന്ന് തൊപ്പി ഒന്ന് ഇളക്കി വെച്ച് ആ കസേരയിൽ ഒന്ന് അമർന്ന് ഇരിക്കാനുള്ള യോഗ്യത ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഒരു വിധി അനുകൂലമായി വന്നാൽ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.